പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി ഷഹാദത്ത് പറയുമ്പോൾ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഷഹാദത്ത് പറയൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഷഹാദത്ത് പറയുന്ന സമയം അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദുആ ഹീന യസ്മഉൽ മുഅദ്ദിന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന ദുആ ചെയ്താൽ, ഏത് ദുആ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ റളീതു ബില്ലാഹി റബ്ബാ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അല്ലാഹുവിന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഷഹാദത്ത് കലിമ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാറുണ്ട്. ആ പറയുന്ന സമയം മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാര് പറയുന്നു, ഇത്രയും നിനക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിലും റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന, ഈ ദുആയെങ്കിലും നീ പറ. അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യമാണ്, എളുപ്പം ജീവിതത്തിൽ പാപം പൊറുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാ. ഒന്ന്, ബാങ്ക് വിളിക്കാൻ കഴിയുന്നവര് ബാങ്ക് വിളിക്കൂ. ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ കൂടെ പറയൂ, അല്ലാഹുവേ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയിൽ നിന്ന് പടച്ചവനെ, അതാ മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സമയത്ത് പടച്ചവനെ അതാ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വബി മുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. ഈ പറയുന്ന ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്താ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്കിന് മഹത്വം നൽകൂ. അത് ചെറിയ ഒരു കാര്യമല്ല. അതിലൂടെ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന കാര്യമാണ്. അതിനെ നീ ഗൗനിക്കാതിരുന്നാൽ, അതിനെ നീ പരിഗണിക്കാതിരുന്നാൽ, അതിനെ നിസാരമായി കണ്ടാ ഖസറ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഈമാനില്ലാത്ത മരണമാ, ഈമാനില്ലാത്ത മരണമാ, നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് തമ്പുരാനെ. പടച്ചവനെ, ഓർമ്മയോട്, പടച്ചവനെ, ഓർമ്മയോട് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അത് വെറുതെ കിട്ടുന്ന കാര്യമല്ല, അത് വെറുതെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്കോടാ, എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ. പക്ഷേ ഇപ്പോഴേ പറ്റത്തുള്ളടാ. അസ്റായിൽ വരുമ്പോ ഓടൂലല്ലോ, അസ്റായിൽ വരുമ്പോ ഓടാൻ പറ്റൂലല്ലോ, മിണ്ടാതെ കടന്നു കൊടുക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബക്കറ്റിന്റെ അകത്ത് ഒരു സദഖ എടുക്കുമ്പോ നീ അല്ലാഹുവിനോട് പറയണമല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ.
എന്ന നിയ്യത്തോടെ വേണം സദഖ കൊടുക്കാൻ. ഇത് ബർക്കത്തിന്റെ മാസമാണ്. അല്ലാഹു ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. ഇത് മുത്തുനബിയുടെ മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലായാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്. മോനെ, നീ കൊടുക്കുന്ന 10 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് പ്രയോജനം നിനക്കാടാ നേട്ടമുള്ളത്. മോനെ, വിപത്തുകൾ ഉണ്ടായാൽ എന്തു ചെയ്യാനാണ്? പടച്ചവനെ, വയതിന് വരുന്നതിന് മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന ഒരു സഹോദരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാ, പടച്ചവനെ, അതാ നടക്കുന്ന സമയത്തല്ലേ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. എത്ര പെട്ടെന്നായിരുന്നടാ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവേ സന്തോഷത്തോടുകൂടി നടന്നിട്ട് ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് കിടന്നുപോയാ, ആദിരാത്രിയിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറയ്ക്കകത്ത് കടന്നുപോയ പ്രിയപ്പെട്ട പൊന്നുമോള് പിറ്റേ ദിവസം രാത്രിയായപ്പോ 6 അടി മണ്ണിന്റെ അകത്തായി പോയില്ലേടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ആ പൊന്നുമോളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ, ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഒരു മനുഷ്യന്റെ ആയുസിന്റെ വില ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കാസർഗോഡ് ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്. ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്. വല്ലാത്ത പ്രയാസത്തിലാണ്. അല്ലാഹു 3 മക്കളെ കൊടുത്തു. വീടിന്റെ സൈഡിൽ ചെറിയൊരു കുഴിയുണ്ടായിരുന്നു. എല്ലാവരും തൂത്തു വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്ന ഒരു കുഴിയാ, ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. പടച്ചവനെ, വേസ്റ്റുകൾ മുഴുവനും അതിനകത്ത് കൊണ്ടുവന്നിടുന്ന കുഴിയായിരുന്നു. അങ്ങനെ 3 മക്കളും കൂടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ആ കുഴിക്കകത്ത് കിടന്ന വേസ്റ്റ് കത്തിച്ചതാ. വീണു പോയില്ലേടാ ചെറുപ്പക്കാരാ. അവസാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിലെ 3 പേരല്ലേ ഉസ്താദേ, എന്റെ 2 മക്കളും മരിച്ചുപോയി ഉസ്താദ്. എന്റെ മൂത്ത മകനുണ്ടല്ലോ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞു പോയി. വല്ലാത്തൊരവസ്ഥയിലാണ്. ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ അല്ലാ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതാണടാ വിപത്തെന്ന് പറഞ്ഞാൽ. എന്റെ ഒരു പ്രിയ സുഹൃത്തി മംഗലാപുരംകാരനാണ് ഉസ്താദേ ഇസ്മായിൽ എന്ന സഹോദരൻ പറയുകയാ, കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇതാ പടച്ചവനെ, വെള്ളത്തിന്റെ അകത്ത് വീടിന്റെ അടുക്കളയുടെ സൈഡിൽ വെച്ചിരുന്ന ബക്കറ്റ് നിറച്ചു വെച്ചിരുന്ന വെള്ളത്തിന്റെ അകത്താണ് ആ പിഞ്ചു കുഞ്ഞ് വീണും മരിച്ചുപോയത്. ഇതൊക്കെയാ വിപത്തെന്ന് പറയുന്നത്. താങ്ങാൻ പറ്റാത്ത കാര്യമാ. ഏത് വാപ്പയ്ക്കാ, ഏത് ഉമ്മയ്ക്കാ വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടിയിൽ പെട്ടുകൊണ്ട് നിന്റെ കാലറ്റ് പോകാ, നിന്റെ കയ്യറ്റ് പോകാ, നിന്റെ ശരീരം മുറിയിപ്പിക്കാൻ പിടച്ചവനെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന പൈസയ്ക്ക് പവറുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കൊടുക്കുന്നത് ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസിലാ. അല്ലാഹു ധരിച്ച ആളല്ലേ, അല്ലാഹു ബഹുമാനിച്ച ആളല്ലേ, അല്ലാഹുവിനെ മറിഞ്ഞ മൻഹാനല്ലേ, ആ മനുഷ്യന്റെ കറാമത്ത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരല്ലേ. അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാ, മക്കളെ കൊടുക്കണോ, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തിട്ട് അല്ലാഹുവോട് പറയണമല്ലാ, അറുത്തു മുറിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പനിയാക്കി മാറ്റണേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവരെ,
ഈമാനുള്ള ഒരു മരണം വേണം തമ്പുരാനെ, ഈമാനുള്ള ഒരു മരണം തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യമ തരണേ അല്ലാഹ് എന്ന നിയ്യത്തോടെ ഒരു സദഖയെടുക്കൂ മോനെ. ബർക്കത്തിന്റെ മാസമാ, മലക്കുകൾ ദുആ ചെയ്യുന്ന രാത്രിയാ. തലയുടെ മുകളിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് മടി വേണ്ട, മടി വേണ്ട, ഒരു സദഖയെടുത്തോ. അല്ലാഹുവേ കൊടുക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്കൂ. ഒരാളും മടിക്കരുത്, ഒരാളും മടിക്കരുത്. മുതഅല്ലിം ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, ഹജ്ജ് ചെയ്തവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, നിസ്കരിക്കുന്നവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, പണ്ഡിതന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, സയ്യിദന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ, പ്രവാചകന്മാര് ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. എങ്കിലും ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ. കൊടുത്താ ദുആ ഉണ്ടടാ, കൊടുത്താ ദുആ ഉണ്ടടാ. അല്ലാഹുവേ ഇവനെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ദുആ ചെയ്യുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ മലക്കുകളാ. അത് സ്വീകരിക്കില്ലെന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് മലക്കിന്റെ ദുആ വേണോ? അതോ റബ്ബേ നീ കൊടുത്തത് ഇവന് കൊടുക്കുന്നില്ല അല്ലാഹ്, ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. പോയടാ പൊന്നുമോനെ, അങ്ങനെ ഒരു മലക്ക് ദുആ ചെയ്താ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്.